എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഓഗസ്റ്റ് 13, 14 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ മെയിൻസ് എക്സാം എഴുതാൻ വേണ്ടി യോഗ്യത നേടിയ എല്ലാവർക്കും ടാലന്റിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഇനി നമുക്കുള്ളത് മെയിൻസ് എന്ന് പറയുന്ന കടമ്പയാണ്. അതിലെ പേപ്പർ 2 എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. സോ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി തയ്യാറെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലന്റ് ഒരു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പേപ്പർ 2 വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഞങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkala.com ഈ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 800 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കണം അല്ലേ? പ്രധാനമായിട്ട് ഒരു ഫോഴ്സ് എക്സാം എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതാ? സ്പെഷ്യൽ ടോപ്പിക് ആണ്. സോ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ബീറ്റ് ഫോറസ്റ്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkala.com ഈ ബുക്ക് ലഭ്യമാണ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 250 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. പൊതുവെ 2025-26 ഒരുപാട് എക്സാംസിന്റെ സമയമാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. പ്രത്യേകിച്ച് ബെബ്കോ LDC, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വരാനുണ്ട്. സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഓഗസ്റ്റ് 13 പ്രത്യേകത. അപ്പോൾ എന്താണ് ഓഗസ്റ്റ് 13 പ്രത്യേകതയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതായത് ലോക അവയവദാന ദിനം അഥവാ വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ. ഇപ്പോൾ എന്താണ് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോക അവയവദാന ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13 കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം നമുക്കറിയാം അല്ലെ? അതായത് അവയവദാനത്തിന്റെ മഹത്വം എന്ത് ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ദിനാചരണം നടത്തുന്നത്. അപ്പൊ ഇനി 2025 ലോക അവയവദാന ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നുള്ളതാണ്. അത് ആൻസറിംഗ് ദ കാൾ എന്നാണ്. ആൻസറിംഗ് ദ കാൾ എന്നുള്ളതാണ് 2025 ലോക അവയവദാന ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അഥവാ നമ്മുടെ കെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കെ ഫോണിന്റെ പൂർണ്ണരൂപം. സോ ഇത് 2023 ഉദ്ഘാടനം ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്തത് 2023 കാര്യവും നമുക്കറിയാം. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? അത് ഫിബോ. എന്താണ് ഫിബോ? ഫിബോ എന്ന് പറയുന്ന കടുവയാണ് കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം. വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി വരുന്ന പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്താണ്? കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? അത് ഫിബോയാണ്. ഫിബോ എന്ന് പറയുന്ന ഒരു കടുവയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരള ലോട്ടറി ഉണ്ടല്ലോ, അതിന്റെ ഭാഗ്യചിഹ്നം എന്താ? അതൊരു പച്ചക്കുതിരയാണ് അല്ലെ? ഒരു പച്ചക്കുതിരയാണ് എന്തെന്ന് പറയുന്നത് കേരള ലോട്ടറിയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. കാരണം പച്ചക്കുതിര വന്നു കഴിഞ്ഞാൽ പണം വരും എന്നൊക്കെ ചിലർ പറയാറുണ്ട്. സോ അത് വെച്ചൊന്ന് കണക്ട് ചെയ്തേക്കുക. കേരള ലോട്ടറിയുടെ ഭാഗ്യചിഹ്നം ഒരു പച്ചക്കുതിരയാണ്. ദെൻ കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഫിബോ. ഫിബോ എന്ന് പറയുന്നത് എന്താണ്? ഒരു കടുവയാണ്. ഈ പറയുന്ന കെ ഫോൺ ലോഞ്ച് ചെയ്തതെന്നാണ് 2023. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കച്ചടത്തപ്പ എന്ന് പറയുന്ന സ്ഥാപനവും അതുപോലെ തന്നെ കേരള ലളിതകല അക്കാദമിയും ചേർന്നിട്ട് ഒരു ഫെസ്റ്റിവൽ നടത്തുവാണ്. സോ അതിന്റെ വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, 3ാമത് അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി എവിടെയാണ്? അപ്പോൾ 2025 നടക്കുന്ന എന്താണ് 3ാമത് അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി എവിടെയാണ്? അത് കൊച്ചിയാണെന്നുള്ള കാര്യം ഓർക്കുക. എവിടെയാണ്? കൊച്ചിയാണ്. അപ്പൊ ഈ ഒരു വേദി കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് KSFUമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വാർഷിക ബിസിനസ് 1 ലക്ഷം കോടി രൂപ കവിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ മിസലേനിയസ് ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനി ഏതാണ്? അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു മിസലേനിയസ് ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനി ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. എന്ത് നേട്ടമാണ് സ്വന്തമാക്കിയത്? വാർഷിക ബിസിനസ് 1 ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ KSFU ആണ്.
അതായത് കേരള സ്റ്റേറ്റ് ഫിനാൻസ് എന്റർപ്രൈസ്. എന്താണ് കേരള സ്റ്റേറ്റ് ഫിനാൻസ് എന്റർപ്രൈസസ് എന്നാണ് KSFE-യുടെ പൂർണ്ണരൂപം. ഇനി KSFE പറ്റി പറയുമ്പോൾ ഇത് സ്ഥാപിതമായത് എന്നാണ് 1969 അല്ലെ. 1969 KSFE സ്ഥാപിതമാകുന്നത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാ? അത് തൃശ്ശൂരാണ് അല്ലെ. തൃശ്ശൂരാണ് KSFE-യുടെ ആസ്ഥാനം. ഇത് രണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ KSFE സ്ഥാപിതമായത് 1969, ആസ്ഥാനം തൃശ്ശൂരാണ്. ഇനി എന്താണ് പറയേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് ഫാക്ട് ഉണ്ട്. അതായത് KSFE-യുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. എന്താണ്? KSFE പവർ. എന്താണ്? KSFE പവർ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. KSFE പവർ എന്ന് പറയുന്നതാണ് KSFE-യുടെ മൊബൈൽ ആപ്ലിക്കേഷൻ. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് അവാർഡ്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 2025 മൂന്നാമത് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നേടിയത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? 2025 എത്രാമത്തെ? മൂന്നാമത് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നേടിയത് ആരാണ്? പ്രസീത ചാലക്കുടിയാണ്. ഈ പ്രസീത ചാലക്കുടിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നാടൻ പാട്ട് കലാകാരിയാണ്. ആരെന്ന് പറയുന്നത്? പ്രസീത ചാലക്കുടി. സോ പ്രസീത ചാലക്കുടിക്കാണ് 2025 എത്രാമത്തെ? മൂന്നാമത് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ചത്. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ജസ്റ്റ് അതുകൂടി ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ പറയുന്ന അയ്യങ്കാളിയുടെ ജന്മദിനം എന്ന് പറയുന്നത് തന്നെ ഈ ആഗസ്റ്റ് മാസമാണ് അല്ലെ. ആഗസ്റ്റ് എന്നാണ്? ആഗസ്റ്റ് 28. എന്നാണ്? ഓഗസ്റ്റ് 28 അയ്യങ്കാളിയുടെ ജന്മദിനം എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് മറ്റൊരു പുരസ്കാരമാണ്. അതായത് തിരുവനന്തപുരം നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ പ്രഥമ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അപ്പൊ ഇതാണ് തിരുവനന്തപുരം നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ പ്രഥമ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പത്മ സുബ്രഹ്മണ്യം. ആരാണ്? പത്മ സുബ്രഹ്മണ്യമാണ്. അപ്പൊ ഈ പത്മ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന പേര് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. അതായത് 2024 പത്മ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് പത്മ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഏത് ബഹുമതിയായിരുന്നു? 2024 പത്മവിഭൂഷൺ. ഏതാണ്? പത്മവിഭൂഷൺ. ഏത് വർഷം? 2024 പത്മവിഭൂഷൺ ലഭിച്ച നർത്തകിയാണ് ആരെന്ന് പറയുന്നത്? പത്മ സുബ്രഹ്മണ്യം. ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യം അല്ലെ. ഭരതനാട്യമാണ്. ഓർക്കുക, ഭരതനാട്യ കലാകാരിയാണ് ആരെന്ന് പറയുന്നത്? പത്മ സുബ്രഹ്മണ്യം. അപ്പോ പത്മ സുബ്രഹ്മണ്യത്തിന് 2024 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോ എന്ത് പുരസ്കാരം? തിരുവനന്തപുരം നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ പ്രഥമ പുരസ്കാരത്തിന് ആരർഹയായി? പത്മ സുബ്രഹ്മണ്യം അർഹയായി. ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. എത്രയാണ്? 1 ലക്ഷമാണ്. സോ ഈ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കാം. പ്രത്യേകിച്ച് പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യ കലാകാരിയാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് വീണ്ടും മറ്റൊരു പുരസ്കാരമാണ്. അതായത് 2025 കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഉല്ലല ബാബു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പൊ ഈ ഉല്ലല ബാബു എന്ന് പറയുന്നത് തന്നെ അറിയപ്പെടുന്ന ഒരു ബാലസാഹിത്യകാരനാണ്. സോ അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡാണ്. അപ്പോൾ 2025 കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഉല്ലല ബാബു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പൂവും കായും എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്ത പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക. സപ്പോസ് ക്വസ്റ്റ്യൻ ഈ അവാർഡ് തന്നെ ആവണമെന്നില്ല, പുസ്തകമായിരിക്കാം. പൂവും കായും എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഇൻ കേസ് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു പുസ്തകത്തിന് 2025 കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഏത് പുരസ്കാരം? ഉല്ലല ബാബു പുരസ്കാരം കിട്ടി. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അടുത്തത് മറ്റൊരു പ്രധാന ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ അനിമൽ സ്റ്റെം സെൽ ബയോ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? അപ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരിടത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു അനിമൽ സ്റ്റെം സെൽ ബയോ ബാങ്ക് നിലവിൽ വന്നിരിക്കുകയാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ്. എവിടെയാണ്? ഹൈദരാബാദ് ആണ്. സോ ഇതുകൂടി നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 ലോക സിംഹദിനത്തിന്റെ ദേശീയ ആഘോഷത്തിന് വേദിയായത് എവിടെയാണ്? അപ്പൊ നമുക്ക് ആദ്യം ലോക സിംഹദിനത്തിലേക്ക് വരാം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 10 അപ്പൊ ഓഗസ്റ്റ് 10 എന്തെന്ന് പറയുന്നത്? ലോക സിംഹദിനം. സോ 2025 ലോക സിംഹദിനത്തിന്റെ ദേശീയ ആഘോഷത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബർദ വന്യജീവി സങ്കേതം. എവിടെയാണ്? ബർദ വന്യജീവി സങ്കേതമാണ്. ഈ ബർദ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത്. എവിടെയാണ്?
ഗുജറാത്തിലാണ് ഈ പറയുന്ന ബർദ വന്യജീവി സങ്കേതം. ഗുജറാത്തിലെ ദ്വാരകയിലാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോജക്റ്റ് ലയൺ ആരംഭിച്ചത് എന്നാണ്? നമുക്കൊക്കെ അറിയാവുന്നുള്ളത് എന്താണ്? പ്രോജക്റ്റ് ടൈഗർ അറിയാം അല്ലെ? 1973 പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച കാര്യം നമുക്കറിയാം. ഇനി അതുപോലെ തന്നെ 1992 എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച കാര്യം നമുക്കറിയാം. ഇനി പ്രോജക്റ്റ് ചീറ്റ 2022 സ്റ്റാർട്ട് ചെയ്ത കാര്യം നമുക്കറിയാം. പക്ഷേ ഇവിടെ ഈ പറയുന്ന എന്താണ് പ്രോജക്റ്റ് ലയൺ ആരംഭിച്ചതെന്നാ? അത് 2020 ആണ്. 2020 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച്, അതായത് 2020 ഓഗസ്റ്റ് 15 ഈ പറയുന്ന പ്രോജക്റ്റ് ലയൺ എന്ത് ചെയ്ത് ആരംഭിച്ചത്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞ ഇതായിരുന്നു 2025 ലോക സിംഹദിനത്തിന്റെ ദേശീയ ആഘോഷത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ഗുജറാത്തിലെ ബർദ വന്യജീവി സങ്കേതമാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയാനായിട്ട് ബാച്ച് അഖ് ആന്റി ഡ്രോൺ സിസ്റ്റം ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? അപ്പോൾ ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്തിരിക്കുന്നു? ബാച്ച് അഖ് ആന്റി ഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം ആരംഭിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് എന്ത് ചെയ്യുക? തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ്. ഏതാണ്? ഏത് സ്റ്റേറ്റ് ആണ്? പഞ്ചാബ് ആണ്. സോ ഇതുകൂടി ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, 2025 ഓഗസ്റ്റിൽ ഹ്യൂമൻ ആഫ്രിക്കൻ ട്രൈപ്പനോസോമിയാസിസ് അഥവാ സ്ലീപ്പിംഗ് സിക്നസ് ഇല്ലാതാക്കിയ രാജ്യമായിട്ട് WHO പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തെയാണ്? അപ്പോൾ 2025 ഓഗസ്റ്റിൽ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ആഫ്രിക്കൻ രാജ്യത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്ലീപ്പിംഗ് സിക്നസ് ഇല്ലാതാക്കിയ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അത് ഏത് രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെനിയ. അപ്പോൾ കെനിയയെ പറ്റിയാണ് എന്ത് ചെയ്ത് അത്തരത്തിലൊരു പ്രസ്താവന WHO പുറത്തിറക്കിയത്. ഇനി അടുത്തതൊരു സിനിമയെ പറ്റിയാണ്. അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സ്പോർട്സ് ചിത്രം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സ്പോർട്സ് ചിത്രം ഏതാണ്? F1 ദ മൂവി. ഇതാണ് F1 ദ മൂവി എന്ന് പറയുന്ന ചിത്രമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സ്പോർട്സ് ചിത്രം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അപ്ഡേഷൻ വന്നതുകൊണ്ട് ചർച്ച ചെയ്യുന്നു. അതായത് പോൾ വാൾട്ടിലെ ലോക റെക്കോർഡ് വീണ്ടും തിരുത്തിയത്. അതായത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയായിരുന്നു റെക്കോർഡ്, വീണ്ടും എന്ത് ചെയ്തു? അദ്ദേഹം അത് മറികടന്നു. ഇപ്പോൾ നിലവിലെ റെക്കോർഡ് 6.29. അതായത് അർമാൻഡ് ഡുപ്ലാന്റിസ് തന്നെയാണ് പോൾ വാൾട്ടിലെ ലോക റെക്കോർഡ്. അതായത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് വീണ്ടും ആ ലോക റെക്കോർഡ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തിന്റെ 6.28 എന്നുള്ള റെക്കോർഡ് തിരുത്തി 6.29 ആക്കിയിരിക്കുന്നു. അതേ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇവിടെ അർമാൻഡ് ഡുപ്ലാന്റിസ് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു സ്വീഡിഷ് പോൾ വാൾട്ട് താരമാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പോൾ വാൾട്ടിൽ ഒരു ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ 2025 ലോറസ് സ്പോർട്സ് അവാർഡില് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ആര് തന്നെയാണ്? ഈ പറയുന്ന അർമാൻഡ് ഡുപ്ലാന്റിസ് തന്നെയാണ്. ഈവന്റ് ഓർത്ത് വയ്ക്കുക, പോൾ വാൾട്ട് ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഈവന്റ് പറയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്യുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് റാങ്കിംഗ് ആണ്. അതായത് ഓൾറെഡി തന്നെ ഫിഫ പുരുഷ റാങ്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഫിഫ വനിതാ റാങ്കിംഗ് ആണ്. അതായത് 2025 ഓഗസ്റ്റിലെ റിപ്പോർട്ട് പ്രകാരം ഫിഫ വനിതാ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ആരാണ്? അല്ലെങ്കിൽ ഏത് രാജ്യമാണ്? അപ്പോൾ 2025 ഓഗസ്റ്റിലെ റിപ്പോർട്ട് പ്രകാരം ഫിഫ വനിതാ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ആരാണ്? ഇത് സ്പെയിൻ ആണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA ആണ്. രണ്ടാമത് ആരാണ്? USA ആണ്. മൂന്നാം സ്ഥാനത്ത് സ്വീഡൻ ആണ്. മൂന്നാമത് സ്വീഡൻ ആണ്. സ്വാഭാവികമായിട്ടും ഇൻഡെക്സ് ആണല്ലോ അല്ലെ? അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം അറിയണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എത്രാമതാ? ഇന്ത്യ 63. ഇന്ത്യൻ വനിതാ ടീം 63. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇതാണ്, ഫിഫ വനിതാ റാങ്കിംഗ് ആണ്. 2025 ഓഗസ്റ്റിലെ റിപ്പോർട്ടാണ്. ഒന്നാമതുള്ളത് സ്പെയിൻ ആണ്, രണ്ടാമത് USA ആണ്, മൂന്നാമത് സ്വീഡൻ ആണ്, ഇന്ത്യ 63. ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ്, 2025 കോണ്ടിനെന്റൽ ടൂർ അത്ലറ്റിക്സിന് വേദിയാവുന്നത് എവിടെയാണ്? അപ്പൊ 2025 കോണ്ടിനെന്റൽ ടൂർ അത്ലറ്റിക്സിന് വേദിയാവുന്നത് എവിടെയാണ്? ഭുവനേശ്വറാണ്. അപ്പൊ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, ഇന്ത്യയിൽ വെച്ച് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഈവന്റ് നടക്കുന്നത്. അതായത് കോണ്ടിനെന്റൽ ടൂർ അത്ലറ്റിക്സ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ മലയാളി ആയിട്ടുള്ള മുരളി ശ്രീശങ്കറിന്റെ ഒരു നേട്ടമാണ്. കാരണം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ലോങ് ജമ്പിൽ ഈ ഒരു ഈവന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർണം നേടിയിട്ടുണ്ട്. സോ അതുകൂടി ഓർക്കുക. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഈവന്റ് കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഒരു ഭാഗ്യചിഹ്നം. എന്തിന്റെ ഭാഗ്യചിഹ്നം? K-ഫോണിന്റെ ഭാഗ്യചിഹ്നം. എന്താണ്? ഫിബോയാണ്. ഫിബോ എന്ന് പറയുന്നത് ഒരു കടുവയാണ്. അതിനുശേഷം ഒരു വേദിയല്ലേ പറഞ്ഞത്? എന്തിന്റെ വേദിയാ പറഞ്ഞത്? മൂന്നാമത് അന്താരാഷ്ട്ര കലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി. എവിടെയാ? കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത്. KSFയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേട്ടം നമ്മൾ പറഞ്ഞു. അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നേട്ടം ഒരു സ്ഥാപനം സ്വന്തമാക്കുന്നത്. അതായത് വാർഷിക ബിസിനസ് 1 ലക്ഷം കോടി രൂപ കവിഞ്ഞ
ഇന്ത്യയിലെ ആദ്യത്തെ മിസലേനിയസ് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനി ഏതാണ്? KSFE ആണ്. അതിനുശേഷം കുറച്ച് അവാർഡ്സ് പറഞ്ഞു. എന്തൊക്കെ അവാർഡ്സാ പറഞ്ഞത്? ഒന്ന് 2025 മൂന്നാമത് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ആർക്കാണ്? പ്രസീത ചാലക്കുടിക്കാണ്. ഈ പ്രസീത ചാലക്കുടി ഏത് കലാരൂപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാടൻപാട്ട് കലാകാരിയാണ്, അതുകൂടി ഓർക്കുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് തിരുവനന്തപുരം നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ പ്രഥമ പുരസ്കാരത്തിന് അർഹയായത് ആരാണെന്ന് പറഞ്ഞു. അത് പത്മ സുബ്രഹ്മണ്യമാണെന്ന് അറിയാം. പത്മ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഭരതനാട്യം കലാകാരിയാണെന്ന് അറിയാം. ഇനി അതുപോലെ തന്നെ എന്താണ് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച കാര്യം നമുക്കറിയാം അല്ലെ. ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പുരസ്കാരമായിരുന്നു അല്ലെ. എന്ത് പുരസ്കാരമാ? കേരള ബാലസാഹിത്യ അക്കാദമിയുടെ എന്താണ് ഉല്ലല ബാബു പുരസ്കാരത്തിന് 2025 അർഹനായത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അപ്പൊ അതുകൂടി ഓർക്കുക. ആലങ്കോട് ലീലാകൃഷ്ണന് 2025 കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഉല്ലല ബാബു പുരസ്കാരം ലഭിച്ചു. അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു? ഇന്ത്യയിലെ ആദ്യ അനിമൽ സ്റ്റെം സെൽ ബയോബാങ്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് പറഞ്ഞു. അത് ഹൈദരാബാദിലാണ്. അതിനുശേഷം പറഞ്ഞത് ഒരു വേദിയാണ്, അതായത് 2025 ലോക സിംഹദിനം എന്ന ഓഗസ്റ്റ് 10. അപ്പോൾ അതിന്റെ ദേശീയ ആഘോഷത്തിന് വേദിയായത് എവിടെയായിരുന്നു? അത് ഗുജറാത്തിലെ ബർദ വന്യജീവി സങ്കേതം. എവിടെയാണ്? ഗുജറാത്തിലെ ബർദ വന്യജീവി സങ്കേതം. സോ അതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ. ബർദ വന്യജീവി സങ്കേതം ഏത് സ്റ്റേറ്റിലാണ്? അത് ഗുജറാത്തിലാണ്. ഇനി അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു? മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയാനായിട്ട് പഞ്ചാബ് എന്ത് ചെയ്തു? ബാച്ച് ആക്ക് ആന്റി ഡ്രോൺ സിസ്റ്റം ആരംഭിച്ച കാര്യം പറഞ്ഞു, അതുകൂടി ഓർക്കുക. അതിനുശേഷം പറഞ്ഞു നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കെനിയെ എന്തായിട്ട് പ്രഖ്യാപിച്ചു? ഹ്യൂമൻ ആഫ്രിക്കൻ ട്രൈപ്പനോസോമിയാസിസ് ഇല്ലാതാക്കിയ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സ്പോർട്സ് ചിത്രം ഏതാ? F1 ദ മൂവി. അതിനുശേഷമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അർമാൻഡ് ഡുപ്ലാന്റിസ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുള്ള പോൾ വാൾട്ടിലെ ലോക റെക്കോർഡ് തിരുത്തി. അതിനുശേഷം ഒരു ഇൻഡെക്സ് ആണ് പറഞ്ഞത്, നമ്മുടെ റാങ്കിങ് ആണ് പറഞ്ഞത്, ഫിഫ വനിതാ റാങ്കിങ്. അപ്പോൾ 2025 ഓഗസ്റ്റിൽ ഫിഫ റാങ്കിങ് പുറത്തുവിട്ടു. അത് പ്രകാരം ഒന്നാമതുള്ളത് സ്പെയിൻ ആണ്, രണ്ടാമത് USA ആണ്, മൂന്നാമത് സ്വീഡൻ ആണ്, ഇന്ത്യ 63ാമതാണ്. അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത് 2025 കോണ്ടിനെന്റൽ ടൂർ അത്ലറ്റിക്സിന് വേദിയാകുന്നത് എവിടെയെന്ന് പറഞ്ഞു? ഭുവനേശ്വർ ആണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 18ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ സന്തോഷ് ഏച്ചുകാനം, MK സാനു, സന്തോഷ് കുമാർ, ആദർശ് അപ്പൊ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തെന്നാണ് ചോദ്യം. അപ്പോൾ വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന, വള്ളം തുഴഞ്ഞു നീങ്ങുന്ന അണ്ണാറക്കണ്ണൻ, വള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാൻ, വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം 2025 കേരളത്തിൽ സംഘടിപ്പിച്ച ഗവേഷണ വികസന ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് ചോദ്യം. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരമാണ്. അപ്പോൾ ഈ ഒരു ഉച്ചകോടിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 2023 കേരള ശാസ്ത്ര പുരസ്കാരം ആർക്ക് സമ്മാനിച്ചു? S സോമനാഥിന് സമ്മാനിച്ചു. രണ്ടാമത്തെ ചോദ്യം സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധന ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്നുള്ളതാണ്. ഇതുകൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഓഗസ്റ്റ് 13, 14 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.